ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലാസ് തന്നെയാണ് നമ്മൾ ഇന്നും ചെയ്യുന്നത്. PSC പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലനേഷനോട് കൂടി ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരുപാട് ക്ലാസ് PSC ചോദിച്ചിട്ടുള്ളതും അതുപോലെ PSC ബുള്ളറ്റിലൊക്കെ വന്നിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ട്. ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ PSC ഇംഗ്ലീഷ് എന്നൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളെല്ലാം ചെയ്തു നോക്കാം. മോക്ക് ടെസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് എക്സ്പ്ലനേഷനും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ മലയാളത്തിൻ്റെ ക്ലാസ്സും ചെയ്യുന്നുണ്ട്. അതും പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ താല്പര്യമുള്ളവർ ആ വീഡിയോസ് കണ്ടു നോക്കുക. ആദ്യത്തെ ചോദ്യം, ചൂസ് ദ കളക്റ്റീവ് നൗൺ ഡാഷ് ഓഫ് ബ്രെഡ്. ഇപ്പോൾ ബ്രെഡിൻ്റെ കളക്റ്റീവ് നൗണാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പാക്ക്, ഓപ്ഷൻ ബി പീസ്, ഓപ്ഷൻ സി പാക്കറ്റ്, ഓപ്ഷൻ ഡി ലോഫ്. ബ്രെഡിൻ്റെ കളക്റ്റീവ് നൗൺ ഏതാണ്? സിമ്പിൾ ചോദ്യമാണ്. എന്താണ് ആൻസർ? ഓപ്ഷൻ ഡി ആണല്ലേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ലോഫ് ഓഫ് ബ്രെഡാണ്. ലോഫ് ഓഫ് ബ്രെഡ്. അപ്പോൾ ബ്രെഡിൻ്റെ കളക്റ്റീവ് നൗണാണ് ലോഫ്. അത് അടുത്ത ചോദ്യം, ഹീ ഈസ് ദ ഡാഷ് പേഴ്സൺ ഐ ഹാവ് എവർ മെറ്റ്. ഹീ ഈസ് ദ ഡാഷ് പേഴ്സൺ ഐ ഹാവ് എവർ മെറ്റ്. ഓപ്ഷൻ എ സ്മാർട്ട്, ഓപ്ഷൻ ബി സ്മാർട്ടർ, ഓപ്ഷൻ സി സ്മാർട്ടസ്റ്റ്, ഓപ്ഷൻ ഡി നൺ. ഏതാണ് ആൻസർ? ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. സ്മാർട്ടസ്റ്റ് ആണ് കേട്ടോ. സ്മാർട്ടസ്റ്റ്. എന്തുകൊണ്ടാണ്? ഇവിടെ ദ എന്ന ആർട്ടിക്കിൾ വന്നിട്ടുണ്ടല്ലേ. ദ എന്ന ആർട്ടിക്കിളിന് ശേഷം സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് വരേണ്ടത്. സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇപ്പോൾ തന്നിരിക്കുന്നതിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. സ്മാർട്ടസ്റ്റ്. സ്മാർട്ട് പോസ്റ്റ് ഡിഗ്രി, അതുപോലെ സ്മാർട്ടർ കമ്പാരിറ്റീവ് ഡിഗ്രി, അതുപോലെ സ്മാർട്ടസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പോൾ ദ എന്ന ആർട്ടിക്കിളിന് ശേഷം വരേണ്ടത് സ്മാർട്ടസ്റ്റ് ആണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് വരേണ്ടത്. സ്മാർട്ടസ്റ്റ്. അടുത്ത ചോദ്യം, നോ സൂണർ ഡിഡ് ദ ബെഗർ ഓപ്പൺ ദ ഗേറ്റ് ഡാഷ് ദ ഡോഗ്സ് ബിഗാൻ ടു ബാർക്ക്. നോ സൂണർ ഡിഡ് ദ ബെഗർ ഓപ്പൺ ദ ഗേറ്റ് ഡാഷ് ദ ഡോഗ്സ് ബിഗാൻ ടു ബാർക്ക്. ഇപ്പോൾ ഇവിടെ നോ സൂണർ വന്നിട്ടുണ്ടല്ലേ. നോ സൂണറിന് ശേഷം ഏത് കൺജങ്ഷനാണ് വരേണ്ടത്? ദാൻ ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ദാൻ. നോ സൂണറിന് ശേഷം ദാൻ എന്ന കൺജങ്ഷനാണ് വരേണ്ടത്. അതുപോലെ തന്നെ ഹാർഡ്ലി, സ്കേഴ്സ്ലി, ബെയർലി ഇവയ്ക്കൊക്കെ ശേഷം വരേണ്ടത് വെൻ ആണ്. വെൻ കേട്ടോ. ഓപ്ഷൻ എ വെൻ ആണ് വരേണ്ടത്. ഹാർഡ്ലി, സ്കേഴ്സ്ലി, ബെയർലിക്കൊക്കെ ശേഷം വെൻ എന്ന കൺജങ്ഷനാണ് വരേണ്ടത്. നോ സൂണറിന് ശേഷം ദാൻ എന്ന കൺജങ്ഷനാണ് വരേണ്ടത്. അപ്പം നോ സൂണർ ഡിഡ് ദ ബെഗർ ഓപ്പൺ ദ ഗേറ്റ് ദാൻ ദ ഡോഗ്സ് ബിഗാൻ ടു ബാർക്ക്. അടുത്ത ചോദ്യം, ഹി യൂഷ്വലി ഡാഷ് ഹിയർ എവരി സൺഡേ. ഹി യൂഷ്വലി ഡാഷ് ഹിയർ എവരി സൺഡേ. ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ കെയിം, ഓപ്ഷൻ ബി കംസ്, ഓപ്ഷൻ സി ഹാസ് കം, ഓപ്ഷൻ ഡി കമ്മിങ്. ഇതുപോലത്തെ മോഡൽ ചോദ്യങ്ങൾ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഒരു കീവേഡ് ഉണ്ട്, യൂഷ്വലി അല്ലേ. യൂഷ്വലി. ഇപ്പോൾ യൂഷ്വലി വന്നതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി പതിവായി ചെയ്യുന്ന കാര്യമാണ് അല്ലേ. ഹി യൂഷ്വലി ഡാഷ് ഹിയർ എവരി സൺഡേ. അവൻ എല്ലാ ഞായറാഴ്ചയും പതിവായി ഇവിടെ വരാറുണ്ട് എന്നാണ്. അവൻ എല്ലാ ഞായറാഴ്ചയും പതിവായി ഇവിടെ വരാറുണ്ട്. അപ്പം പതിവായി ചെയ്യുന്ന കാര്യം സിമ്പിൾ പ്രസൻറ്റിൽ വേണം പറയേണ്ടത്. യൂഷ്വലി വന്നതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി പതിവായി ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റിൽ പറയണം. ഇപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ സിമ്പിൾ പ്രസൻറ്റ് ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി. കംസ്. ഹീ സിംഗുലർ ആയതുകൊണ്ട് കംസ് വന്ന് വെർബും സിംഗുലർ വരണം. അപ്പം ഹീ യൂഷ്വലി കംസ് ഹിയർ എവരി സൺഡേ കേട്ടോ. യൂഷ്വലി വന്നതുകൊണ്ട് തന്നെ പതിവായി ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ പതിവായി ചെയ്യുന്ന കാര്യം സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പറയണം. ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് ഓപ്ഷൻ ബി കംസ് ആണ്. കംസ് വന്നതിന് കാരണം ഹീ സിംഗുലർ ആയതുകൊണ്ട് സിംഗുലർ വെർബ് വരണം. അപ്പോൾ കംസ് എന്ന് വരും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ. കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അടുത്ത ചോദ്യം, ദ ഓപ്പോസിറ്റ് ഓഫ് സ്ക്രപ്ലസ്. ദ ഓപ്പോസിറ്റ് ഓഫ് സ്ക്രപ്പുലസ്. ഇപ്പോൾ സ്ക്രപ്പുലസ് എന്നതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്.
ഓപ്ഷൻ എ പ്രിസൈസ്, ഓപ്ഷൻ ബി കോഷ്യസ്, ഓപ്ഷൻ സി ട്രാൻക്വിൽ, ഓപ്ഷൻ ഡി കെയർലെസ്. അപ്പോൾ സ്ക്രപ്പുലസ് എന്നതിൻ്റെ മീനിങ് എന്താണ്? വളരെ ശ്രദ്ധയോടെ കേട്ടോ, വളരെ ശ്രദ്ധയോടെ പ്രയത്നം ചെയ്യുന്ന അല്ലെങ്കിൽ കർത്തവ്യനിഷ്ഠമായ എന്നൊരു മീനിങ്ങാണ്. വളരെ ശ്രദ്ധയോടെ പ്രയത്നം ചെയ്യുന്ന അല്ലെങ്കിൽ കർത്തവ്യനിഷ്ഠമായ. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ഏതാണ്? മീനിങ് ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കെയർലെസ്. ഇപ്പോൾ കെയർലെസ്സിൻ്റെ അർത്ഥം അറിയാമല്ലോ, ശ്രദ്ധയില്ലാത്ത അല്ലെങ്കിൽ അശ്രദ്ധനായ, ജാഗ്രത കുറഞ്ഞ എന്നൊരു മീനിങ്ങാണ്. ശ്രദ്ധയില്ലാത്ത അല്ലെങ്കിൽ ജാഗ്രത കുറഞ്ഞ. ഇപ്പോൾ സ്ക്രപ്പുലസ് എന്നതിൻ്റെ മീനിങ് വളരെ ശ്രദ്ധയോടെ പ്രയത്നം ചെയ്യുന്ന അല്ലെങ്കിൽ കർത്തവ്യനിഷ്ഠമായ. അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ, കെയർലെസ്. കെയർലെസ് എന്നതിൻ്റെ അർത്ഥം ശ്രദ്ധയില്ലാത്ത അല്ലെങ്കിൽ ജാഗ്രത കുറഞ്ഞ. ഇനി ഓപ്ഷൻ എ നോക്കിയേ, പ്രിസൈസ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? കൃത്യമായ അല്ലേ, കൃത്യമായ അല്ലെങ്കിൽ സൂക്ഷ്മമായ എന്നൊരു മീനിങ് ആണ്. അതിൽ ഓപ്ഷൻ ബി കോഷ്യസ്. കോഷ്യസ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? ജാഗ്രതയുള്ള എന്നൊരു മീനിങ് ആണ് കേട്ടോ, ജാഗ്രതയുള്ള. അതുപോലെ ഓപ്ഷൻ സി ട്രാൻക്വിൽ എന്നതിൻ്റെ അർത്ഥം ശാന്തമായ അല്ലെങ്കിൽ സ്വസ്ഥമായ, പ്രസന്നമായ എന്നൊക്കെ ഒരു മീനിങ് ആണ്. ശാന്തമായ അല്ലെങ്കിൽ സ്വസ്ഥമായ. അപ്പോൾ ഒന്നുകൂടി പറയാം, സ്ക്രപ്പുലസ് എന്നതിൻ്റെ മീനിങ് വളരെ ശ്രദ്ധയോടെ പ്രയത്നം ചെയ്യുന്ന അല്ലെങ്കിൽ കർത്തവ്യനിഷ്ഠമായ. അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് വരുന്നത് ഓപ്ഷൻ ഡി കെയർലെസ് ആണ്. കെയർലെസ് എന്നതിൻ്റെ അർത്ഥം ശ്രദ്ധയില്ലാത്ത അല്ലെങ്കിൽ ജാഗ്രത കുറഞ്ഞ. പ്രിസൈസ് എന്നതിൻ്റെ അർത്ഥം കൃത്യമായ അല്ലെങ്കിൽ സൂക്ഷ്മമായ. കോഷ്യസ് എന്നതിൻ്റെ അർത്ഥം ജാഗ്രതയുള്ള എന്നൊരു മീനിങ് ആണ് കോഷ്യസ്. അതുപോലെ ട്രാൻക്വിൽ എന്നതിൻ്റെ അർത്ഥം ശാന്തമായ അല്ലെങ്കിൽ സ്വസ്ഥമായ. ഈ 5 വാക്കിൻ്റെയും അർത്ഥം പഠിച്ചിരിക്കുക. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി സ്പെൽഡ്. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന വേർഡിൽ പീഡിയാട്രിക്സ് എന്ന വേർഡാണ് തന്നിരിക്കുന്നത്. അത് ശരിയായിട്ടുള്ള സ്പെല്ലിംഗ് തന്നിട്ടുള്ളത് ഏത് വാക്കാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് പീഡിയാട്രിക്സ്. PA കഴിഞ്ഞിട്ടാണ് ഈ വരേണ്ടത്. PAEDIATRICS കേട്ടോ, പീഡിയാട്രിക്സ്. ഇത് PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളൊരു വാക്കാണ് പീഡിയാട്രിക്സ്. ഇപ്പോൾ പീഡിയാട്രിക്സിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോണം. PAEDIATRICS, പീഡിയാട്രിക്സ്. അടുത്ത ചോദ്യം, ഐ ഹാഡ് ഹാർഡ്ലി ക്ലോസ്ഡ് മൈ ഐസ് ഡാഷ് ടെലിഫോൺ റാങ്. ഐ ഹാഡ് ഹാർഡ്ലി ക്ലോസ്ഡ് മൈ ഐസ് ഡാഷ് ടെലിഫോൺ റാങ്. ഓപ്ഷൻ എ വെൻ, ഓപ്ഷൻ ബി ദെൻ, ഓപ്ഷൻ സി ആൻഡ്, ഓപ്ഷൻ ഡി ബട്ട്. ഏതാണ് ആൻസർ? ഇപ്പോൾ ആൻസർ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആൻസർ ഓപ്ഷൻ എ ആണ്, വെൻ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഹാർഡ്ലി, സ്കേഴ്സ്ലി, ബെയർലി എന്നീ വാക്കുകൾക്ക് ശേഷം വെൻ എന്ന കൺജക്ഷനാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ നോക്കിയേ, ഹാർഡ്ലി ഉണ്ടല്ലേ, ഹാർഡ്ലി ഉണ്ട്. അപ്പോൾ ഹാർഡ്ലിക്ക് ശേഷം ഇവിടെ വെൻ എന്ന കൺജക്ഷനാണ് വരേണ്ടത്. ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ചു നോ സൂണർ. നമ്മൾ കുറച്ച് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചർച്ച ചെയ്തു നോ സൂണർ വെച്ചിട്ട്. ഇപ്പം നോ സൂണർ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം ദാൻ എന്ന കൺജക്ഷൻ വരും, ദാൻ. എന്നാൽ ഹാർഡ്ലി, സ്കേഴ്സ്ലി, ബെയർലി എന്നിവയ്ക്ക് ശേഷം വെൻ എന്ന കൺജക്ഷനാണ് വരേണ്ടത് കേട്ടോ. മാറിപ്പോരുത്, പഠിച്ചോളുക. അതുപോലെ തന്നെ ഈ ഹാർഡ്ലി, സ്കേഴ്സ്ലി, ബെയർലി ഇതൊക്കെ നെഗറ്റീവ് വേർഡ്സ് ആണെന്ന് കൂടി ഓർത്തിരിക്കുക. ഓക്കെ. അടുത്ത ചോദ്യം, ദ പോലീസ് ഡാഷ് ക്വസ്റ്റ്യനിങ് ദ സസ്പെക്ട്സ്. ദ പോലീസ് ഡാഷ് ക്വസ്റ്റ്യനിങ് ദ സസ്പെക്ട്സ്. ഓപ്ഷൻ എ ഈസ്, ഓപ്ഷൻ ബി ആർ, ഓപ്ഷൻ സി ഹാസ്, ഓപ്ഷൻ ഡി ഹാവ്. ഏതാണ് ഇവിടുത്തെ ആൻസർ? ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, 6. എങ്ങനെ വന്നെന്ന് പറയാം. പോലീസാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. ഈ പോലീസ്, പീപ്പിൾ, പബ്ലിക്, കാറ്റിൽ എന്നീ വാക്കുകളൊക്കെ പ്ലൂറൽ നൗണായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പ്ലൂറൽ നൗണാണ്. അപ്പോൾ അതിനുശേഷം പ്ലൂറൽ വെർബ് വരണം. ഇപ്പോൾ ഇവിടെ പ്ലൂറൽ വെർബ് ഏതൊക്കെയാണ് ഉള്ളത്? ഓപ്ഷൻ ബിയും ഡിയും. അപ്പോൾ തന്നെ ഓപ്ഷൻ എ ഈസ് ക്യാൻസൽ ചെയ്യാം, അതുപോലെ ഓപ്ഷൻ സി ഹാസ് ക്യാൻസൽ ചെയ്യാം. അത് രണ്ടും സിംഗുലറാണ്.
ഇനിയുള്ളത് ആറും ഹാവും. ഇപ്പോൾ ഹാവ് യൂസ് ചെയ്യാൻ പറ്റുമോ? കാരണം എന്താണ്, ഇവിടെ ING ആണല്ലേ ക്വസ്റ്റ്യനിങ്. ഹാവിന് ശേഷം V3 ആണ് വെർബിൻ്റെ V3 ആണ് വരേണ്ടത്. V3 ഹാവ് ശേഷം V3 ഫോമാണ് വരേണ്ടത്. ഇവിടെ ING ഫോമാണ് തന്നിരിക്കുന്നത്. അപ്പം ആറേ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം നോക്കുക. പോലീസാണ് തന്നിരിക്കുന്നത്. ഈ പോലീസ്, പീപ്പിൾ, പബ്ലിക്, കാറ്റിൽ എന്നീ വാക്കുകൾക്കൊക്കെ ശേഷം എന്നിവയൊക്കെ പ്ലൂറൽ നൗണാണ്. അപ്പോൾ അതിനുശേഷം പ്ലൂറൽ വെർബ് വരണം. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എയും സിയും ക്യാൻസൽ ചെയ്യാം. പിന്നെ ഉള്ളത് ആറും ഹാവും. ഹാവ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഹാവിന് ശേഷം V3 ആണ്. V3 വെർബിൻ്റെ V3 ഫോമാണ് വരേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യനിങ് എന്നാണ് പറയുന്നത് അല്ലേ, ING ആണ്. അപ്പോൾ നമുക്ക് ഹാവ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആറാണ് ആൻസർ. ദ പോലീസ് ആർ ക്വസ്റ്റ്യനിങ് ദ സസ്പെക്ട്സ് എന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇതെല്ലാം PYQ ആണ് കേട്ടോ. ഈ നമ്മൾ എടുക്കുന്ന ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് എല്ലാം PYQ ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം, ദിസ് ഈസ് ഡാഷ് ബുക്ക് ഐ വാസ് സെർച്ചിങ് ഫോർ. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ദിസ് ഈസ് ഡാഷ് ബുക്ക് ഐ വാസ് സെർച്ചിങ് ഫോർ. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ആൻ, ഓപ്ഷൻ സി ദ, ഓപ്ഷൻ ഡി നൺ. ഏതാണ് ഇവിടുത്തെ ആൻസർ? ദയാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. ദ. ദിസ് ഈസ് ദ ബുക്ക് ഐ വാസ് സെർച്ചിങ് ഫോർ. അപ്പോൾ അവിടെ എടുത്ത് പറയുന്നുണ്ട്, ഞാൻ തിരഞ്ഞുകൊണ്ടിരുന്ന ബുക്കാണ് ഇത് എന്നാണ് പറയുന്നത്. ദിസ് ഈസ് ദ ബുക്ക് ഐ വാസ് സെർച്ചിങ് ഫോർ. ഈ ബുക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ തിരഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഏത് ബുക്കാണെന്ന് അവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഡെഫിനിറ്റ് ആർട്ടിക്കിളായിട്ടുള്ള ദ ഉപയോഗിക്കണം കേട്ടോ. ദിസ് ഈസ് ദ ബുക്ക് ഐ വാസ് സെർച്ചിങ് ഫോർ. അവിടെ ഏത് ബുക്കെന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ദ ചേർക്കണം. ദിസ് ഈസ് ദ ബുക്ക് ഐ വാസ് സെർച്ചിങ് ഫോർ. ഇതേ മോഡൽ ഒരുപാട് തവണ നമ്മൾ ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, വൺ ഹൂ ലീവ്സ് ഫോർ പ്ലഷർ ഈസ് കാൾഡ് എ. വൺ ഹൂ ലീവ്സ് ഫോർ പ്ലഷർ ഈസ് കാൾഡ്. ഓപ്ഷൻ എ ഹെഡോണിസ്റ്റ്, ഓപ്ഷൻ ബി സാഡിസ്റ്റ്, ഓപ്ഷൻ സി മാസോച്ചിസ്റ്റ്, ഓപ്ഷൻ ഡി ഹെതൻ. വൺ ഹൂ ലീവ്സ് ഫോർ പ്ലഷർ, എന്താണ് ആൻസർ? ഓപ്ഷൻ എ ആണ് കേട്ടോ ആൻസർ. ഹെഡോണിസ്റ്റ് ആണ്. വൺ ഹൂ ലീവ്സ് ഫോർ പ്ലഷർ ഈസ് കാൾഡ് ഹെഡോണിസ്റ്റ്. ഹെഡോണിസ്റ്റ് എന്നതിൻ്റെ അർത്ഥം സുഖഭോഗവാദി എന്നാണ്. മലയാളത്തിൽ സുഖഭോഗവാദി എന്ന് പറയും. വൺ ഹൂ ലീവ്സ് ഫോർ പ്ലഷറാണ് ഹെഡോണിസ്റ്റ്. ഇനി ഓപ്ഷൻ ബി നോക്കിയേ, സാഡിസ്റ്റ്. സാഡിസ്റ്റിൻ്റെ മീനിങ് എന്താണ്? ക്രൂരതയിൽ ആനന്ദം അനുഭവിക്കുന്നവൻ കേട്ടോ. ക്രൂരതയിൽ ആനന്ദം അനുഭവിക്കുന്നവനെ ആണ് സാഡിസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഓപ്ഷൻ സി മാസോച്ചിസ്റ്റിൻ്റെ അർത്ഥം എന്താണ്? പീഡിതാഹ്ലാദനാണ് കേട്ടോ. പീഡിതാഹ്ലാദൻ ആണ് മാസോച്ചിസ്റ്റ്. ഇനി ഓപ്ഷൻ ഡി ഹെതൻ. ഹെതൻ എന്ന് വെച്ചാൽ എന്താണ്? എ പേഴ്സൺ ഹു ഹാസ് നോ റിലീജിയൻ ഓർ ഹു ബിലോങ്സ് ടു എ റിലീജിയൻ ദാറ്റ് ഈസ് നോട്ട് ക്രിസ്ത്യാനിറ്റി, ജൂതിസം ഓർ ഇസ്ലാം. ഓക്കെ, അപ്പം 4 വൺ വേർഡിൻ്റെ മീനിങ്ങും പഠിച്ചിരിക്കണം. ഒന്നുകൂടി പറയാം. വൺ ഹു ലീവ്സ് ഫോർ പ്ലഷർ ഈസ് കാൾഡ് ഹെഡോണിസ്റ്റ്. അതുപോലെ സാഡിസ്റ്റിൻ്റെ മീനിങ് എന്താണ്? ക്രൂരതയിൽ ആനന്ദം അനുഭവിക്കുന്നവനെയാണ് സാഡിസ്റ്റ് എന്ന് പറയുന്നത്. ക്രൂരതയിൽ ആനന്ദം അനുഭവിക്കുന്നവൻ. അതുപോലെ ഓപ്ഷൻ സി മാസോച്ചിസ്റ്റ് എന്ന് പറയുന്നത് പീഡിതാഹ്ലാദൻ. മാസോച്ചിസ്റ്റിൻ്റെ അർത്ഥം പീഡിതാഹ്ലാദൻ. അതുപോലെ ഹെതൻ്റെ അർത്ഥം എ പേഴ്സൺ ഹു ഹാസ് നോ റിലീജിയൻ ഓർ ഹു ബിലോങ്സ് ടു എ റിലീജിയൻ ദാറ്റ് ഈസ് നോട്ട് ക്രിസ്ത്യാനിറ്റി, ജൂതിസം ഓർ ഇസ്ലാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. ഇതെല്ലാം PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇപ്പോൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ ഇംഗ്ലീഷിൻ്റെ മലയാളത്തിൻ്റെയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റായിട്ട് ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടായി കണ്ടു നോക്കുക. വരുന്ന എക്സാമിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം വീഡിയോസ് കണ്ടു നോക്കിയതിന് ശേഷം പ്രയോജനപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.